ചില സത്യങ്ങൾ വർഷങ്ങളോളം ഇരുട്ടിൽ മറഞ്ഞു കിടക്കും. പക്ഷേ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അത് ബന്ധങ്ങളെയും വിശ്വാസങ്ങളെയും സ്നേഹത്തെയും വരെ തകർക്കും. വെൽക്കം ടു സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 12. മതി. വേദയുടെ ശബ്ദം ഹാൾ മുഴുവൻ മുഴങ്ങി. എല്ലാവരും ഒരുമിച്ച് അവളെ നോക്കി. വേദ പതുക്കെ മുന്നോട്ട് നടന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം ഉറച്ചതായിരുന്നു. ഇന്ന് എന്നെ അപമാനിച്ചത് ദക്സാറല്ല, നിങ്ങളാണ്. അമ്മ ഞെട്ടി. വേദ, ഇല്ല അമ്മേ, ഇന്ന് ഞാൻ സംസാരിക്കും. അവൾ ഓരോരുത്തരെയും നോക്കി. ഞാൻ തെറ്റുകാരിയാണെന്ന് കേട്ട നിമിഷം ആരും എന്നോട് വിശ്വാസം കാണിച്ചില്ല. എൻ്റെ സ്വപ്നങ്ങളെക്കാൾ ഈ എൻഗേജ്മെൻറ്റിനാണ് നിങ്ങൾ വില കൊടുത്തത്. അവളുടെ നോട്ടം അച്ഛനിലേക്ക് നീങ്ങി. എന്നെ രക്ഷിച്ച ആളെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ഹോൾ നിശബ്ദമായി. വേദ കയ്യിലെ എൻഗേജ്മെൻറ്റ് റിംഗ് പതുക്കെ ഊരി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുൻ്റെ അമ്മയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വിവാഹം ഇവിടെ അവസാനിക്കുന്നു. ഗസ്റ്റുകൾ ഷോക്കിൽ പരസ്പരം നോക്കി. അമ്മയുടെ കണ്ണുകൾ വലുതായി. വേദ, നീ എന്താണ് പറയുന്നത്? വേദയുടെ മറുപടി ശാന്തമായിരുന്നു. ആദ്യമായി എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം ഞാൻ എടുക്കുന്നു. അവൾ പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. തിരിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തേക്കൂടി. പാർക്കിംഗ് ഏരിയയിൽ രാത്രിയുടെ തണുത്ത കാറ്റിൽ ദക്ഷ് തൻ്റെ കാർ അൺലോക്ക് ചെയ്യുകയായിരുന്നു. ദക്ഷ്! ആ വിളിയിൽ അവൻ നിന്നു. വേദയുടെ ശ്വാസം പോലും നിയന്ത്രിക്കാനാകാതെ പോയി. അവളുടെ കണ്ണുകൾ മുഴുവൻ അവനിൽ കുടുങ്ങി. വൈ? അവളുടെ ശബ്ദം വിറച്ചു. ദക്ഷ് നിശബ്ദമായി അവളെ നോക്കി. ആ കണ്ണുകളിൽ എന്തോ ഒളിഞ്ഞിരുന്നു. പക്ഷേ അവൻ അതെല്ലാം വീണ്ടും പതിവ് പോലെ തണുത്ത മുഖത്തിന് പിന്നിൽ മറച്ചു. ബിക്കോസ്, അവൻ മന്ദമായി പറഞ്ഞു. ഐ ഡോണ്ട് ലെറ്റ് ഇന്നസെൻറ്റ് പീപ്പിൾ സഫർ ഫോർ സംതിങ് ദേ ഡിഡ്ന്റ് ഡു. ആ വാക്കുകൾ കേട്ട നിമിഷം വേദയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണീർ നിറഞ്ഞു. ഇത്രയും ദിവസം അവൾ ഒറ്റയ്ക്ക് എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും സംശയത്തോടെ നോക്കിയപ്പോൾ അവൾക്ക് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അപ്പോൾ അവൻ മാത്രം തിരികെ വന്നു. വേദ ചെറിയൊരു കൈപ്പുള്ള ചിരിയോടെ ചോദിച്ചു, ജസ്റ്റ് ദാറ്റ്? ദക്ഷ് ഒരു നിമിഷം കണ്ണുകൾ മാറ്റി. അവൻ്റെ ഉള്ളിൽ അടക്കി വെച്ച വികാരങ്ങൾ വീണ്ടും പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിലധികം എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന വേദ. ആ വാക്കുകൾ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം വേദ അവൻ്റെ കൈ പിടിച്ചു. അത് സാധാരണമായൊരു സ്പർശനമല്ലായിരുന്നു. ഇത്രയും നാളത്തെ ദൂരവും തെറ്റിദ്ധാരണകളും വേദനകളും തകർത്ത് ആദ്യമായി അവർ വീണ്ടും പരസ്പരം തൊട്ട നിമിഷം. ദക്ഷ് അങ്ങനെ നിന്നുപോയി. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നത് അവൻ വ്യക്തമായി അനുഭവിച്ചു. വേദയുടെ കണ്ണീരൊലിച്ച കണ്ണുകൾ അവനെ നോക്കി ഉയർന്നു. എല്ലാവരും എന്നിൽ നിന്ന് അകന്നപ്പോൾ അവളുടെ ശബ്ദം പൊട്ടി. നിങ്ങൾ എന്തിനു തിരികെ വന്നു? ആ ചോദ്യം ദക്ഷിൻ്റെ ഉള്ളിൽ എന്തോ തകർത്തു. അവൻ പെട്ടെന്ന് അവളിലേക്ക് തിരിഞ്ഞു. ബിക്കോസ് ഐ കുഡന്റ് സ്റ്റേ അവേ. അവൻ്റെ ശബ്ദം ആദ്യമായി നിയന്ത്രണം വിട്ടിരുന്നു. വേദ അമ്പരന്നവനെ നോക്കി. ദക്ഷിൻ്റെ കണ്ണുകളിൽ കോപവും വേദനയും സ്നേഹവും എല്ലാം കലർന്നിരുന്നു. നീ മറ്റൊരാളുടേതാകുമെന്ന് കേട്ട നിമിഷം മുതൽ അവൻ പല്ലുകൾ ചേർത്ത് പറഞ്ഞു, ഐ വാസ് ലോസിങ് മൈ മൈൻഡ്. വേദയുടെ ഹൃദയം ശക്തമായി അടിച്ചു. നിന്നെ വെറുക്കാൻ ഞാൻ ശ്രമിച്ചു. അവൻ ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ വേദന മാത്രം. എന്നാൽ ഓരോ തവണയും ഞാൻ തോറ്റു. ആ നിമിഷം അവർക്കിടയിലെ ദൂരം ഇല്ലാതായി. ദക്ഷ് മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൻ്റെ കൈകൾ വേദയുടെ മുഖം ചേർത്ത് പിടിച്ചു. അവൻ്റെ സ്പർശനത്തിൽ പോലും അവൾ വിറച്ചു. നിനക്കിനിയും മനസ്സിലായില്ലേ വേദ? അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുകയായിരുന്നു. വേദ കണ്ണീരോടെ അവനെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ ഇനി സംശയമില്ലായിരുന്നു. ദക്ഷിൻ്റെ നോട്ടം അവളുടെ അധരങ്ങളിലേക്ക് താഴ്ന്നു. വേദ കണ്ണുകൾ മെല്ലെ അടച്ചു. ഇരുവരും തമ്മിലുള്ള അകലം ഒരു ശ്വാസത്തിൻ്റേത് മാത്രമായി. ഓൾമോസ്റ്റ് അതേസമയം ഫോൺ റിങ് ചെയ്തു. ദക്ഷ് അസഹനത്തോടെ കണ്ണുകൾ പൂട്ടി. ഫോൺ വീണ്ടും മുഴങ്ങി. അവൻ പല്ലുകൾ കടിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. ആദി, എന്താ? ബ്രോ, ആദിയുടെ ശബ്ദം. പ്രശ്നമുണ്ട്. ദക്ഷിൻ്റെ മുഖം കടുത്തു. എന്ത് പ്രശ്നം? നേഹ കസ്റ്റഡിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്ത്? കുറച്ച് നിമിഷത്തെ നിശബ്ദത. പിന്നെ ആദി പറഞ്ഞു. അവൾ പറഞ്ഞു വേദയുടെ പാസ്റ്റ് നിനക്കറിയില്ലെന്ന്. ദക്ഷിൻ്റെ മുഖം മാറി. അതേസമയം പോലീസ് ഇൻട്രോഗേഷൻ റൂം. നേഹ ചേറിലിരുന്ന് ചിരിച്ചു. ഓഫീസർ അസ്വസ്ഥനായി ചോദിച്ചു, എന്തിനാണ് ചിരിക്കുന്നത്? നേഹ തല ഉയർത്തി. ബിക്കോസ് ദക്ഷ് സ്റ്റിൽ ഡസൻ നോ ദ ട്രൂത്ത്. എന്ത് ട്രൂത്ത്? നേഹയുടെ അതരങ്ങളിൽ അപകടകരമായ ഒരു ചിരി വിരിഞ്ഞു. വേദയുടെ കുടുംബം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവുമായി ബന്ധപ്പെട്ടവരാണ്. ഓഫീസർ ഞെട്ടി. നേഹ പതുക്കെ പിന്നോട്ട് ചാരി. ദക്ഷ് വേദയെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. ഇനി സത്യം പറഞ്ഞാൽ അവൻ്റെ ലോകം തകരും. അവളുടെ ചിരി റൂം മുഴുവൻ പടർന്നു. അതേസമയം പുറത്ത് ദക്ഷ് ഫോൺ പതിയെ താഴ്ത്തി. അവൻ്റെ കണ്ണുകൾ വേദയിലേക്ക്. വേദ ആശങ്കയോടെ ചോദിച്ചു, എന്താ? ദക്ഷ് മിണ്ടിയില്ല. അവൻ്റെ മനസ്സിൽ ഒരു പേര് മുഴങ്ങി. വേദ രാമകൃഷ്ണൻ. അതേ സർനെയിം. വർഷങ്ങൾക്ക് മുൻപ് അവൻ്റെ കുടുംബത്തെ തകർത്ത ആ ഫയലിൽ ഉണ്ടായിരുന്ന പേര്. അവൻ്റെ മുഖം ഇരുണ്ടു. വേദയുടെ ഹൃദയം പിടഞ്ഞു. ദക്ഷ്, എന്താണ്? ദക്ഷ് പതുക്കെ പിന്നോട്ട് മാറി. അവളുടെ കൈവിട്ടു. കണ്ണുകളിൽ വീണ്ടും ആ പഴയ തണുപ്പ്. സ്റ്റേ അവേ ഫ്രം മീ വേദ. വേദ ഞെട്ടി നിന്നു. ദക്ഷ് കാറിൽ കയറിപ്പോയി. കണ്ണീരോടെ വേദ അവിടെ തന്നെ നിന്നു. രാത്രി ദക്ഷ് മഹേന്ദ്ര റാവുവിൻ്റെ കാർ വേഗത്തിൽ നഗരവീഥികൾ ചീറിപ്പാഞ്ഞു. സ്റ്റിയറിങ്ങിൽ അവൻ്റെ വിരലുകൾ മുറുകിയിരുന്നു. മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിയത് വേദയുടെ മുഖം. അല്പനേരം മുൻപ് പാർക്കിങ്ങിൽ അവളുടെ കണ്ണുകളിൽ കണ്ട സ്നേഹം, അവളുടെ വിറയാർന്ന സ്പർശനം, അവൾ കണ്ണടച്ചു നിന്ന നിമിഷം, എല്ലാം ഒരു ഫോൺ കോൾ കൊണ്ട് തകർന്നുപോയി. വേദ,
അവൻ സ്വയം വിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം ആദിയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മ വന്നു. ബ്രോ, നേഹ പറഞ്ഞത് സീരിയസ് ആണ്. ദക്ഷിൻ്റെ മുഖം വീണ്ടും കടുത്തു. ആദിയുടെ അപ്പാർട്ട്മെൻറ്റിലെ ഡോർ തുറന്ന് അകത്ത് കയറിയ ദക്ഷിനെ കാത്ത് ആദി ഫയൽ സ്പ്രെഡ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. സിറ്റ്. ദക്ഷ് ഇരുന്നില്ല. സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. ആദ്യം ഒരു പഴയ ബ്രൗൺ ഫയൽ അവനെ നീട്ടി. ദക്ഷ് അത് തുറന്നു. മുകളിൽ ബോൾഡ് ലെറ്റേഴ്സ്, ലക്ഷ്മി ഗ്രൂപ്പ് ഹോൾഡിംഗ്സ്, ലീഗൽ ഹയർ ദക്ഷ് മഹേന്ദ്ര റാവു. ദക്ഷിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം മങ്ങി. അമ്മയുടെ പേര് കാണുമ്പോഴെല്ലാം ഉള്ളിൽ എന്തോ തകർന്നു പോകുമായിരുന്നു. ആദി ശാന്തമായി പറഞ്ഞു, നിന്റെ അമ്മ ലക്ഷ്മി മാഡത്തിൻ്റെ മുഴുവൻ പ്രോപ്പർട്ടിയും ലീഗലി നിനക്കാണ്. അതെ, അതറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും നിന്റെ വിവാഹത്തിൽ ഇത്ര ഡെസ്പറേറ്റ് ആയെന്നറിയാമോ? ദക്ഷ് ഒന്നും പറഞ്ഞില്ല. ആദി മറ്റൊരു ഡോക്യുമെൻ്റ് തുറന്നു. അതിൽ എഴുതിയിരുന്നത് പ്രൊപ്പോസ് മാരേജ് അലയൻസ് ദക്ഷ് മഹേന്ദ്ര റാവു വിത്ത് നേഹ വിക്രം ദേവ്. ദക്ഷിൻ്റെ മുഖം ഇരുണ്ടു. ഇത് സാവിത്രി ആൻറ്റിയും വിക്രം ദേവും ചേർന്ന് തയ്യാറാക്കിയ എഗ്രിമെൻറ്റ്. വൈ? ആദിയുടെ ശബ്ദം കടുത്തു. നീ നേഹയെ വിവാഹം കഴിച്ചാൽ ലക്ഷ്മി മാഡത്തിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ വീണ്ടും അവരുടെ കൺട്രോളിലേക്ക് വരും. ദക്ഷിൻ്റെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. അതുകൊണ്ടാണോ വേദയെ ഫ്രെയിം ചെയ്തത്? ആദി തല കുനിച്ചു. അതെ. ആദിയെ ഫോണിൽ വിളിക്കുന്നു. വേദ. ദക്ഷ് എന്തിനാണ് പെട്ടെന്ന് മാറിയത്? എനിക്കറിയണം. ആദ്യം ഹെസിറ്റേറ്റ് ചെയ്ത് പഴയ കേസ് മെൻഷൻ ചെയ്യും. അത് കേട്ട് വേദ ഞെട്ടും. ഇമ്പോസിബിൾ, അച്ഛൻ അങ്ങനെ ചെയ്യില്ല. അവൾ നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയ വേദ ഡോറ് തുറന്ന നിമിഷം അച്ഛൻ എവിടെയാണ്? അവളുടെ ശബ്ദത്തിൽ വിറയൽ കേട്ട് അമ്മ പേടിച്ചു. ഹാളിലിരുന്ന രാമകൃഷ്ണൻ എഴുന്നേറ്റു. വേദ നേരെ അദ്ദേഹത്തിന് മുന്നിൽ നിന്നു. രാമകൃഷ്ണൻ, ലക്ഷ്മി ഗ്രൂപ്പ് കേസ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താണ് സത്യം? അച്ഛൻ്റെ മുഖം ഒരു നിമിഷം നിറം കെട്ടു. അമ്മ ആശങ്കയോടെ ഇരുവരെയും നോക്കി. പക്ഷേ അദ്ദേഹം മിണ്ടിയില്ല. വേദയുടെ ശബ്ദമുയർന്നു. പറയൂ. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കുറ്റബോധം തെളിഞ്ഞു. അവസാനം അദ്ദേഹം മന്ദമായി പറഞ്ഞു, അതെ. വേദയുടെ ഹൃദയം നിശ്ചലമായി. ആ ഫയൽ ഞാൻ സൈൻ ചെയ്തിരുന്നു. വേദ പിന്നോട്ടൊരു ചുവട് വെച്ചു. കണ്ണുകളിൽ നിർവികാരത. അച്ഛാ. പക്ഷേ അദ്ദേഹം വേഗം തുടർന്നു. അതൊരു ഫ്രോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വേദ നിശ്ചലമായി നോക്കി. എന്നെ ട്രാപ്പ് ചെയ്തു. റൂം മുഴുവൻ നിശബ്ദമായി. ദക്ഷ് മാൻഷൻ. ദക്ഷ് വീട്ടിലേക്ക് കയറി. ഹാളിൽ മഹേന്ദ്ര റാവു, സാവിത്രി റാവു, വിക്രം ദേവ് മൂവരും ഇരിക്കുകയായിരുന്നു. ദക്ഷ് ഫയൽ ടേബിളിലേക്ക് എറിഞ്ഞു. എക്സ്പ്ലെയിൻ ദിസ്. മഹേന്ദ്ര ഫയൽ നോക്കി ഞെട്ടി. സാവിത്രിയുടെ മുഖം മങ്ങി. വിക്രം മാത്രം ചെറുചിരിയോടെ ഇരുന്നു. ദക്ഷ്, കാം ഡൗൺ. ദക്ഷ് ദേഷ്യത്തോടെ, ഡോണ്ട് യു ഡെയർ. അവൻ മഹേന്ദ്രയിലേക്ക് തിരിഞ്ഞു. അമ്മ മരിക്കുന്നതിന് മുൻപ് നിങ്ങളിൽ നിന്നൊരു പ്രോമിസ് വാങ്ങിയിരുന്നില്ലേ? മഹേന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ദക്ഷ് പല്ലുകൾ കടിച്ചു. ആ പ്രോമിസ് പോലും നിങ്ങൾക്ക് പാലിച്ചില്ല. സാവിത്രി എഴുന്നേറ്റു. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മൈ ഫുഡ്. ദക്ഷിൻ്റെ ശബ്ദം ഹാൾ മുഴുവൻ മുഴങ്ങി. വേദയെ ഫ്രെയിം ചെയ്തത് എൻ്റെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ നോക്കിയതാരാ? കുറച്ചു നേരം നിശബ്ദത. അപ്പോൾ വിക്രം പതുക്കെ എഴുന്നേറ്റു. ഞാനാണ്. എല്ലാവരും ഞെട്ടി നിന്നു. ദക്ഷിൻ്റെ കണ്ണുകൾ ചുവന്നു. വൈ? വിക്രം മെല്ലെ ചിരിച്ചു. ബിക്കോസ് യു വർ നെവർ സപ്പോസ് ടു ഫോൾ ഫോർ വേദ. ദക്ഷ് പെട്ടെന്ന് മുന്നോട്ട് ചെന്ന് വിക്രം ദേവിൻ്റെ കോളറിൽ പിടിച്ചു. അവൻ്റെ കണ്ണുകൾ അടക്കാനാകാത്ത കോപം ചലിച്ചു. നിങ്ങളുടെ മകൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ കളികളൊക്കെ ഇപ്രാവശ്യം ഞാൻ ക്ഷമിക്കുന്നു. വിക്രം ഭയത്തോടെ അവനെ നോക്കി. ദക്ഷ് അയാളെ കൂടുതൽ അടുപ്പിച്ചു. പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഇതിന് പിന്നിൽ ഞാൻ അറിയാതെ പോയ മറ്റെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഒരു നിമിഷം നിർത്തി. അവൻ്റെ ശബ്ദം കൂടുതൽ തണുത്തു. നിങ്ങൾ ഇതുവരെ കണ്ട ദക്ഷ് ആയിരിക്കില്ല പിന്നെ. അവൻ കോളർ വിട്ടു. വിക്രം പിന്നോട്ട് തന്നെ ഒരു നോട്ടം എല്ലാവരിലേക്കും എറിഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ ദക്ഷ് മാൻഷനിൽ നിന്നും പുറത്തേക്ക് നടന്നു. ദക്ഷ് തറവാട്ടിലെ തൻ്റെ അമ്മയുടെ റൂമിൽ പഴയ ലോക്കർ തുറന്നു. അതിനുള്ളിൽ ഒരു വോയിസ് റെക്കോർഡർ. കൈകൾ വിറച്ച് പ്ലേ ചെയ്തു. അവൻ്റെ അമ്മയുടെ ക്ഷീണിച്ച ശബ്ദം. മഹേന്ദ്ര, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മകനെ കാത്തു സൂക്ഷിക്കണം. സാവിത്രിയെയോ വിക്രമിനെയോ ഒരിക്കലും വിശ്വസിക്കരുത്. റെക്കോർഡിംഗ് അവസാനിച്ചു. ദക്ഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതേസമയം ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അൺനോൺ നമ്പർ. കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്ത് സ്ത്രീ ശബ്ദം. ദക്ഷ്, ഞാൻ വേദയുടെ അമ്മയാണ്. അവൻ ഞെട്ടി. എന്ത്? നിനക്ക് മുഴുവൻ സത്യം അറിയണമെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് പഴയ ലേക്ക് സൈഡ് കഫേയിൽ വരൂ. കോൾ ഡിസ്കണക്റ്റായി. ദക്ഷ് ഫോൺ താഴ്ത്തി. അവൻ്റെ കണ്ണുകളിൽ ഡിറ്റർമിനേഷൻ. അതേസമയം വീട്ടിൽ വേദയും അതേ തീരുമാനമെടുത്തു. നാളെ അവൾ ദക്ഷിനെ കാണും. ഈ കഥ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.